വിവരങ്ങളുള്ളപ്പോഴാണ് പറയാതെ വയ്യെന്ന്. വല്ലാത്ത വയ്യായിക തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അമേരിക്കയിൽ വളരെ വലുതാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരെ കൊടുക്കുന്ന ജോലി നഷ്ടപ്പെടുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ആഴ്ച വേതനം. ഭക്ഷ്യക്കിറ്റ് നമ്മൾ കണ്ടുപിടിച്ചതൊന്നുമല്ല. സ്നാപ്പ് എന്ന് പറയുന്ന ഭക്ഷണ സഹായം, SNAP, സ്നാപ്പ് ഭക്ഷണ കിറ്റ്, കുട്ടികൾക്കുള്ള ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ്, കുടുംബങ്ങൾക്കുള്ള വാർഷികാന്തമായിട്ടുള്ള റീഫണ്ട്, UK ആരോഗ്യ സംരക്ഷണം, തൊഴിലില്ലായ്മ, കുട്ടികൾ വാടക സഹായം കൊടുക്കുന്നേ, ഹൗസിംഗ് ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ്. ആസ്ട്രേലിയയുടെ ഞാൻ പറഞ്ഞു, കാനഡ പറഞ്ഞു, ജപ്പാൻ പറഞ്ഞു. ഇനി നിങ്ങൾ എപ്പോഴും പറയുന്ന രാജ്യമാണ് നോർവേയും ഫിൻലാൻഡും. അവിടെ സന്തോഷം എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യമാണെന്ന് മനോരമയും ഒക്കെ ധാരാളം വലിയ തള്ളുമായിരുന്നു നമ്മുടെ കോൺക്ലേവിലൊക്കെ. അതുകൊണ്ട് നിങ്ങൾ തള്ളുമ്പോൾ ഇത് മനസ്സിലാക്കുക. അവിടെ എന്തൊക്കെ കൊടുക്കുന്നു? ആരോഗ്യ സംരക്ഷണം നോർവേയിൽ യൂണിവേഴ്സലാണ് ആക്സസ്. സിക്നെസ്സിന്, അൺഎംപ്ലോയ്മെൻറ്റിന് അതും അവർ അഡ്രസ്സ് ചെയ്യുന്നു. കുടുംബത്തിന് ചൈൽഡ് ക്യാഷ് ബെനിഫിറ്റ് ഉണ്ട്. എന്തെല്ലാം തരത്തിലാണ് ഒരു സമൂഹത്തെ. ഫ്രീ എഡ്യൂക്കേഷനാണ്, പഠനം ഫ്രീ ആണ്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ എന്ത് രൂപ വേണം ചങ്ങാതി? എന്ത് വിവരക്കേടാ നിങ്ങൾ ഇരുന്ന് പറയുന്നേ? മാതൃത്വം, അതുപോലെ മാതൃത്വത്തിന് വേണ്ടി പെയ്ഡ് പേരൻ്റൽ ലീവ് 49 മുതൽ 50 ആഴ്ച വരെ പെയ്ഡ് ലീവാണ്. ഗർഭിണിയായാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ലീവ്.